പ്രവാദം പൊട്ടിവിടർന്ന് ഭൂമിയെ ചുംബിക്കാൻ തുടങ്ങിയിട്ടേ ബനി ഇസ്രായേലിലെ ശംബീൽ അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വലിയൊരാൾക്കൂട്ടം. ബനി ഇസ്രായേലികൾ പ്രശ്നങ്ങളുമായിട്ട് വരാൻ പതിവുള്ളതാണെങ്കിലും ഇപ്രാവശ്യം വ്യത്യസ്തമായ ഒരു ആവശ്യവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്താണ് അവരുടെ ആവശ്യം? അത് തന്നെയാണ് നമ്മുടെ കഥ. ഏറ്റവും നല്ല കഥകൾ പറഞ്ഞു തരാറുള്ള ഖുർആൻ തന്നെയാണ് നമുക്ക് ഈ ചരിത്രവും പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് ബനി ഇസ്രായേലിലെ പുതിയ രാജാവ്. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له ابعث لنا ملكا نقاتل في سبيل الله. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കിടന്നു. ബനി ഇസ്രായേലികൾ പലരുമായിട്ട് യുദ്ധങ്ങൾ നടന്നു. ധാരാളം നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. അവസാനം ജാലൂത്ത് രാജാവുമായി നടന്ന യുദ്ധത്തിൽ അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ ചെറുതായിരുന്നില്ല. അതോടൊപ്പം അവരുടെ ഭാഗ്യചിഹ്നമായിരുന്ന താബൂത്ത് വെട്ടി നഷ്ടപ്പെട്ടു. ഈ സമയത്ത് അവർക്ക് പുതിയ രാജാവിനെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാലൂത്ത് രാജാവിനെതിരെ പോരാടാൻ വേണ്ടി പുതിയൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നതാണ്. അവർ നബിയോട് ആവശ്യപ്പെട്ടു, നമുക്കൊരു രാജാവിനെ വേണം. അങ്ങനെ നബി പറഞ്ഞു, قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا. അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്ന പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ അവരോട് ചോദിച്ചു, അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ട് നല്ലൊരു രാജാവിനെ വാങ്ങിത്തരാം, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്തില്ല എങ്കിൽ വലിയ നാശത്തിനും നഷ്ടത്തിനും അത് കാരണമായി തീരും. അങ്ങനെ അവർ അടുത്ത നമ്പർ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയും നമ്മളുടെ മക്കളെ അതുപോലെ ചെയ്യുകയും ചെയ്ത ഒരു ജനതയോട് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? അഥവാ രാജാവ് വരേണ്ട താമസമേ ഉള്ളൂ, നമ്മൾ യുദ്ധത്തിന് റെഡിയാണ്. രാജാവിനെ നിശ്ചയിച്ചു തരിക, നമ്മൾ യുദ്ധത്തിന് അപ്പം പുറപ്പെട്ടോളാം. അങ്ങനെ അവരുടെ നിർബന്ധം സഹിക്കാതെ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു തീരുമാനമെടുത്തു. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള താലൂത്ത് എന്ന പേരുള്ള ഒരാളെ രാജാവായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال. കുരുത്തം കെട്ട ആ ജനത വീണ്ടും പണി തുടങ്ങി. അവർ ചോദിച്ചു, എങ്ങനെയാണ് ഈ താലൂത്തിനെ രാജാവാക്കിയത്? അവനേക്കാൾ സ്ഥാനം, അധികാരം, സമ്പത്ത് എല്ലാം ഉള്ള പലരും നമ്മുടെ കൂട്ടത്തിലില്ലേ, പിന്നെ എങ്ങനെ താലൂത്തിനെ രാജാവാക്കി? അപ്പോൾ നബി അവർക്ക് കാരണം പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ട് താലൂത്തിനെ നിങ്ങളുടെ രാജാവാക്കി. قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. യുദ്ധഭൂമിയിൽ ആദ്യം വേണ്ടത് നല്ല കൈക്കരുത്താണ്, കയ്യൂക്കാണ്, നല്ല കായിക ബലമാണ്. നിങ്ങളുടെ രാജാവായ താലൂത്ത് നിങ്ങളുടെ ഏറ്റവും ബലവാനാണ്. അതുകൂടാതെ അദ്ദേഹം നല്ല അറിവുള്ളയാളുമാണ്. മൂന്നാമത് പറഞ്ഞ കാരണം, ഞാനല്ല നിങ്ങൾക്ക് രാജാവിനെ നിശ്ചയിച്ചു തന്നത്, പടച്ച തമ്പുരാനായ അല്ലാഹുവാണ് നിങ്ങൾക്ക് രാജാവിനെ നിശ്ചയിച്ചു തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. തെളിവായിട്ട് ഒരു ദൃഷ്ടാന്തം അല്ലാഹു നിങ്ങൾക്ക് നൽകും. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم
നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ താബൂത്ത് വെട്ടി മലക്കുകൾ മുഖേന അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് തന്നെയാണ് നിങ്ങളുടെ ദൃഷ്ടാന്തം. അദ്ദേഹം നിങ്ങളുടെ രാജാവാണെന്നതിനുള്ള ദൃഷ്ടാന്തം മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും തിരുശേഷിപ്പുകളും തൗറാത്തിന്റെ ഫലകങ്ങളും അടങ്ങിയ ആ പെട്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരലാണ് അദ്ദേഹം നിങ്ങളുടെ രാജാവാണെന്നതിനുള്ള തെളിവ്. അങ്ങനെ അദ്ദേഹത്തെ അവർ രാജാവായി നിശ്ചയിച്ചു. അപ്പോൾ യുദ്ധം നിർബന്ധമായി. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر. യുദ്ധത്തിന് അവർ പുറപ്പെട്ടു. ദീർഘദൂരം പിന്നിട്ടു. ചൂട് കഠിനമായി, ദാഹം ശക്തമായി. അതാ അവരുടെ മുമ്പിൽ ഒരു വലിയ പരീക്ഷണം. നല്ലൊരു തടാകം, തെളിഞ്ഞ വെള്ളം. അവിടെ വെച്ച് രാജാവ് അവരോട് ഒരു കൽപ്പന പറഞ്ഞു. فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده. ഒരാളും അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അഥവാ ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഒരു കുമ്പിൾ, കൈകൊണ്ടുള്ള ഒരു കുമ്പിൾ വെള്ളമല്ലാതെ അതിൽ നിന്ന് ഒരാളും കുടിക്കാൻ പാടില്ല. അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും. فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده. അങ്ങനെ അവരിൽ കുറച്ചു പേരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. ദാഹം കൂടിക്കൊണ്ടേയിരുന്നു. വയറുകൾ നിറഞ്ഞു. അവർ ക്ഷീണിതരായി അവിടെ ഇരുന്നുപോയി. അങ്ങനെ അവരിൽ നിന്ന് ആ അവശേഷിച്ച ചെറുസംഘത്തിന് ശക്തി കിട്ടുകയും ആരോഗ്യമുണ്ടാവുകയും അവർ മാത്രം യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. فهزموهم بإذن الله. അല്ലാഹുവിന്റെ മഹത്തായ സഹായത്തോടു കൂടി ക്ഷമയോടെ അനുസരണയോടെ നിന്ന ആ ചെറുസംഘം അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. എത്രയോ ചെറുസംഘങ്ങളാണ് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തുന്നത്. അതേ, അടിയുറപ്പോടുകൂടി അനുസരണയോടുകൂടി ക്ഷമയോടുകൂടി ഉറച്ചു നിന്നാൽ ഇതുപോലെ അള്ളാഹു നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സഹായിക്കുമെന്നതാണ് ഈ കഥ, ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഗുണപാഠം. അത് അള്ളാഹുവിനെ അനുസരണയോടെയും ക്ഷമയോടുകൂടിയും അനുസരിക്കുവാൻ നാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.